പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സീലിംഗ് സ്പീക്കർ, ഇതൊരു പഴയ സീലിംഗ് സ്പീക്കറാണ്, കംപ്ലൈൻ്റ് ആയത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് താഴത്തെ വീണിട്ടോ മറ്റോ ഇതിൻ്റെ ഈ ട്രാൻസ്ഫോമർ ഇളകിപ്പോയി, ഈ സ്പീക്കറിന് ഇതൊക്കെ വിട്ടുപോയി, ഇവിടെ ഉണ്ടായിരുന്ന ബോർഡൊക്കെ ഇളകിപ്പോയി. അപ്പോൾ അങ്ങനെ ആ ബോർഡൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ഈ ലൈൻ മാച്ചിങ് ട്രാൻസ്ഫോമർ LMT? അപ്പോൾ അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറയാം, എന്നിട്ട് നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ചിട്ട്, അതായത് കണക്ഷൻ വിട്ടുപോയതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് പ്രോ എഫക്സ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ടൈപ്പ് കമ്പനിയുടെ സ്പീക്കേഴ്സാണ്. 25 വാട്ട്സ് 8 ohms ആണ് ഈ സ്പീക്കർ. അത്യാവശ്യം വിലയുള്ള ടൈപ്പാണ്. ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിന് 3000 സംതിങ് മറ്റോ വില ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. അപ്പോൾ അത്യാവശ്യം വിലയുള്ളതാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ പറഞ്ഞാൽ അത് കോയാക്സിയൽ 2-way സ്പീക്കറാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ട്വിറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അതിലൂടെ ആ വയറിങ് വന്നിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമറിനകത്തോട്ട് കയറുന്നു. അതായത് ഈ ബോർഡ്, ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, ഈ ബോർഡിലേക്ക് കയറി ബോർഡ് വഴി ഈ കോയിലിലൂടെ പാസ് ചെയ്തിട്ട് നമുക്ക് സ്പീക്കറിലേക്ക് പോകും, അതായത് കോയിലിലേക്ക് പോകും, നമ്മളെ സ്പീക്കർ കോയിൽ, വോയിസ് കോയിലിലേക്ക് പോകും. അപ്പോൾ അതിന് ആ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ് ഈ കാണുന്നത്. ആ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് വേണ്ട ഓംസ് ലൈനും ചെക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ അതിലൂടെ അത് കറക്റ്റായിട്ട് മാച്ചായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ മാച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഉപകാരം വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ, അറിയാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ഒന്ന് മനസ്സിൽ വെക്കാവുന്ന കാര്യങ്ങൾ മാത്രം പറയാം. സീലിംഗ് സ്പീക്കർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചറിയാം, അത് കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് ആ സ്പീക്കറിലെത്തുന്നത്. അതായത് ആംപ്ലിഫയർ ഒരുപാട് ദൂരത്തായിരിക്കും. സീലിംഗിൽ എവിടെയാണോ ഇത് വെച്ചുള്ളത് അവിടെ വരെ സഞ്ചരിക്കണം. ഷോപ്പിംഗ് മാളോ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ ആണെങ്കിലും അതേപോലെയുള്ള ഏതെങ്കിലും ബിൽഡിങ്ങുകളിലാണെങ്കിലും ഒരുപാട് ദൂരത്തായിരിക്കും ഈ സ്പീക്കേഴ്സ് ഉണ്ടാവുക. അതായത് ഓരോ സ്പീക്കേഴ്സും ഓരോ ദൂരത്തായിരിക്കും ഉണ്ടാവുക. ഈ സ്പീക്കർ വെച്ചത് ചിലപ്പോൾ ആംപ്ലിഫയറിൽ നിന്ന് 30 മീറ്റർ അടുത്തായിരിക്കും. അടുത്ത സ്പീക്കർ വരുന്നത് ചിലപ്പോൾ 60 ഫുട്ട് ദൂരത്തായിരിക്കും. അടുത്തത് വരുന്നത് ചിലപ്പോൾ 100 അടി ദൂരത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ദൂരങ്ങൾ വ്യത്യാസം വന്നിട്ട് പല തരത്തിലാണ് ഈ സ്പീക്കേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ആ സീലിംഗിൽ. അങ്ങനെ എങ്ങനെ ആയാലും ശരി, ആ സ്പീക്കേഴ്സ് വെച്ചതിലേക്ക് നമ്മൾ സ്പീക്കർ ലൈൻ കണക്ട് ചെയ്യുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്ത്, അതായത് ആ വയറിലൂടെ പാസ് ചെയ്ത് ഈ സ്പീക്കറിലേക്ക് എത്തുമ്പോൾ അവിടെ ഡ്രോപ്പ് വരും. ആ ഡ്രോപ്പ് വരുന്നത് ഇല്ലാതാകാൻ വേണ്ടിയിട്ട് നമുക്ക് കനം കൂടിയ വയർ ഉപയോഗിച്ചിട്ട് അവിടെ എത്തിക്കാമെന്നൊക്കെ ഉള്ളത് നമ്മൾ സാധാരണ വീഡിയോസിൽ നമ്മളെ ഹോം തിയേറ്ററിൻ്റെ അസംബ്ലിങ്ങിൻ്റെ സറൗണ്ടിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ പറയണ്ടായി. പക്ഷേ അപ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ അത്രയും വലിയ കനമുള്ള വയർ ഉപയോഗിക്കാതെ സാധാരണ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10% മാത്രം കനമുള്ള വയർ ഉപയോഗിച്ചിട്ട്, ശരിക്കും വേണ്ടതിൻ്റെ ഒരു 10% മാത്രമുള്ള കനമുള്ള വയർ ഉപയോഗിച്ചിട്ട് ഈ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാം. നല്ല ഫുൾ പവർ, ഫുൾ സെൻസിറ്റിവിറ്റി, ആ ആംപ്ലിഫയർ വിടുന്ന മാക്സിമം റെസ്പോൺസ് നമുക്ക് ഈ സ്പീക്കറിലൂടെ കേൾക്കാൻ സഹായിക്കും ഈ ട്രാൻസ്ഫോമർ, ലൈൻ മാച്ചിങ് ട്രാൻസ്ഫോമർ. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ലൈൻ ഔട്ട്പുട്ട് 100 വോൾട്ട് ഉള്ള, അതായത് സ്പീക്കർ ഔട്ട് 100 വോൾട്ട് ഉള്ള ടൈപ്പ് ആംപ്ലിഫയർ ഉണ്ട്, PA സിസ്റ്റത്തിൻ്റെ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആംപ്ലിഫയറിൽ ഈ 100 വോൾട്ട് ലൈനാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓഡിയോ ഔട്ട്പുട്ട്, അതായത് സ്പീക്കർ ഔട്ട്പുട്ട് ഒരു 100 വോൾട്ടിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട്, അതായത് ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് ആ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പവർ ലേശം കുറയ്ക്കുക. അതായത് അത്രയും ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴുള്ള പവർ കൂടുതൽ വേണം നമുക്ക്. സാധാരണ കുറേ സ്പീക്കേഴ്സ് വളരെ പലതരം ദൂരത്തിൽ കണക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ ബൂസ്റ്റ് ചെയ്ത് വിട്ടിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സ്പീക്കറുമുള്ളത് വെച്ചിട്ട് അത് കുറച്ചെടുക്കുക. വേണ്ട കറക്റ്റായിട്ട് ആ സ്പീക്കറിന് വേണ്ട രൂപത്തിൽ മാച്ച് ചെയ്യുക. അപ്പോൾ അതാണ് ഈ ആംപ്ലിഫയർ ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ആംപ്ലിഫയർ കണക്ട് ചെയ്യുന്നതാണ് ഈ തരം സ്പീക്കേഴ്സ്. അപ്പോൾ അതിനാണ് ഈ ട്രാൻസ്ഫോമർ, ഈ LM ട്രാൻസ്ഫോമർ നമ്മൾ സ്പീക്കേഴ്സിൽ, അതായത് ഇങ്ങനെയുള്ള സീലിംഗ് സ്പീക്കേഴ്സിലും മറ്റൊക്കെ ഉപയോഗിക്കുന്നത്. അത് വളരെ ദൂരെ വെക്കുന്നതിന് മാത്രമാണ് ആവശ്യം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡയറക്റ്റ് സ്പീക്കർ, തലകുത്തനായതുകൊണ്ട് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഇവിടെ ഡയറക്റ്റ് സ്പീക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ 100 വോൾട്ട് ലൈൻ 20 വാട്ടിന് ഈ ഏരിയയിലേക്ക് സ്വിച്ച് ചെയ്യുക. 100 വോൾട്ട് ലൈൻ 15 വാട്ടിന് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് സ്വിച്ച് ചെയ്യുക. 100 വോൾട്ട് ലൈൻ 10 വാട്ടിന് ഇതിലേക്ക് സ്വിച്ച് ചെയ്യുക. ഡയറക്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത് 25 വാട്ട്സ് ഡയറക്റ്റ് സ്വിച്ചിങ്, അതായത് ഡയറക്റ്റ് ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 25 വാട്ട്സ് കിട്ടും. അതായത് ഈ 25 വാട്ട്സ് കോയിൽ ഡയറക്റ്റ് കണക്റ്റ് ആവും. അതിന് വേണ്ടിയിട്ട് ഈ ബോർഡിലുള്ള ഈ സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 8 ohmsൻ്റെ ഭാഗം ഇവിടെ ഷോർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സ്പീക്കർ 8 ohms ആയതുകൊണ്ട് അത് ഷോർട്ട് ചെയ്തു. ഇവിടെ 4 ohms ആയിരുന്നെങ്കിൽ 4 ohmsൽ കൊടുത്തേനെ. 4 ohms ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവേനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഈ ഏരിയയിൽ കാണുമ്പോൾ പറയാനുള്ളത്. പിന്നെ ഇത് സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ, 100 വോൾട്ട് LMT എന്ന് പറഞ്ഞല്ലോ, അതായത് ലൈൻ മാച്ചിങ് ട്രാൻസ്ഫോമർ. അപ്പോൾ 100 വോൾട്ട് മാച്ചിങ് ഔട്ട്പുട്ടുള്ള ഏതെങ്കിലും ആംപ്ലിഫയറിലേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇത് 75 വോൾട്ട് ആണ് എങ്കിൽ നമുക്ക് 100 വോൾട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം, അതിൻ്റെ യഥാർത്ഥ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ 100 വോൾട്ടിലിട്ടല്ല ചെക്ക് ചെയ്യാൻ പറ്റുക, എനിക്കിവിടെ ഡയറക്റ്റ് ഇട്ടിട്ട് ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ 100 വോൾട്ട് ലൈൻ ഔട്ടുള്ള ആംപ്ലിഫയർ ഇല്ല.
അപ്പോൾ അതില്ലാതെ ഇത് ഡയറക്റ്റ് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ ഒരു പ്രത്യേകമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. അതായത് ഇത്രയും ദൂരം സഞ്ചരിക്കുമുള്ള ആ ഒരു പ്രശ്നം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ലൈൻ മാച്ചിങ് ട്രാൻസ്ഫോമർ കൊണ്ടുള്ള ഉപകാരം. പിന്നീട് ഒന്നുള്ളത് ഇംപെഡൻസ് മാച്ചിങ് ട്രാൻസ്ഫോമറാണ്. നമ്മൾ ആംപ്ലിഫയറിനകത്ത് കാണാം നമുക്ക് ഇംപെഡൻസ് മാച്ചിങ് ട്രാൻസ്ഫോമർ. അപ്പോൾ അതിനകത്ത് 16 ohms 8 ohms 4 ohms എന്ന് പറഞ്ഞിട്ട് ആ കോയിലുകളുടെ തന്നെ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മുടെ സ്പീക്കറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഈ തരത്തിലുള്ള കോയിലുള്ള സ്പീക്കേഴ്സ് അല്ല കണക്ട് ചെയ്യുന്നത്, അല്ലാത്ത സ്പീക്കേഴ്സാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ഇത് ഈ സ്പീക്കർ കോയിൽ ബേണാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ആംപ്ലിഫയറും സ്പീക്കറിൻ്റെ കോയിലും തമ്മിൽ 100% ഐസൊലേറ്റഡ് ആണ്. ഈ കോയിലിൽ ഉണ്ടാകുന്ന ഒരു ഇൻഡക്ഷൻ, ആ വരുന്ന പവറിൽ നിന്ന്, അതായത് ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നലിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻഡക്ഷൻ ഇവിടെ ഇപ്പുറത്തെ, അതായത് സെക്കൻഡറിയിൽ, ഇത് പ്രൈമറിയിൽ കയറി സെക്കൻഡറിയിൽ ഇൻഡക്ഷൻ ഉണ്ടാകുന്നു. നമുക്ക് അവിടെ 8 ohmsലേക്കുള്ള കോയിൽ നമ്മളവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് അവിടെ പ്ലേ ആവുന്നത്. ഐസൊലേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നതായതുകൊണ്ടുള്ള ആ ഒരു സേഫ്റ്റി അതാണ്. അപ്പോൾ നമുക്കിനി ഈ ബോർഡ് കണക്ട് ചെയ്തതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫോമർ ഇതിൽ നിന്നൊന്ന് അയച്ചെടുക്കാം, എന്നാലേ നമുക്ക് ഫിറ്റിങ്സ് ഒന്ന് സൗകര്യമുള്ളൂ. അപ്പോൾ അത് അയച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഡയറക്റ്റ് കോയിലിലേക്ക് പോകുന്നത്. ഇതിൽ ഒന്ന് കോയിലിലേക്കാണ് പോകുന്നത്. സ്പീക്കർ കോയിലാണ് ഈ കാണുന്നത്. ഇതാണ് കോയിലിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഈ കോയിൽ ഇമ്മ ഫിറ്റ് ചെയ്യണം. ഇത് ആദ്യം എടുത്തപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ബോർഡ് ഇരുന്നത് വളരെ മോശമായിട്ടായിരുന്നു. അതായത് ഇവിടെ ഫുള്ള് ഗമ്മും ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു തോന്നുന്നു, ആരോ പറിച്ച് കളഞ്ഞാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഫുള്ള് റസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സ്വിച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഫസ്റ്റത്തേലാണുള്ളത്, അതായത് 20 wattsലാണുള്ളത്. രണ്ടാമത് ഇങ്ങോട്ട് ഇടുമ്പോൾ 15 watts ലൈനിൽ. ഇപ്പോൾ മൂന്നാമത്തേലാണുള്ളത്. അപ്പോൾ 10 watt ലാസ്റ്റത്തെ ഡയറക്റ്റ്. അപ്പോൾ ഈ ഡയറക്റ്റിൽ ഇട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇവിടെ ട്രാൻസ്ഫോമർ നമ്മൾ സോൾഡർ ചെയ്തു ഉണ്ടോ. അതുപോലെ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് സ്വിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് ഇട്ടിട്ട് ഡയറക്റ്റ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ കണക്ഷൻ കൊടുത്ത് നോക്കാം, എന്നിട്ട് പ്ലേ ചെയ്യാം. ഇതിൻ്റെ പേപ്പർ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2way ആണ് എന്നും പറഞ്ഞല്ലോ. അപ്പോൾ 2way ട്വിറ്റർ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് വെച്ചാൽ ഇങ്ങനെയാണ് സംഭവം. ട്വിറ്ററാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇത് കണക്ഷൻ ഇതിലെയാണ് ഇതിൻ്റെ കണക്ഷൻ ട്വിറ്ററിലേക്ക് പോകുന്നത്, കോയിലിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിത് പ്ലേ ചെയ്തിട്ട് കവറിടാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം ചെറിയ തോതിൽ നല്ല ബേസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് അത് ഫുൾ റേഞ്ച് ആയതുകൊണ്ട് എല്ലാവിധ ഡീറ്റെയിൽസും നമുക്ക് സ്പീക്കറോടെ വരുന്നുണ്ട്. നമ്മളെ കണക്ഷൻ, നമ്മളെ സ്വിച്ചൊക്കെ വളരെ പെർഫെക്റ്റാണ്. അത് ഞാൻ തുരുമ്പൊഴിച്ചുകൊണ്ട് ഇന്ന് ക്ലീൻ ചെയ്ത് ഇട്ടതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചില്ലാതെ വർക്കിംഗ് ആവുന്നു. എന്നാലും കുഴപ്പമില്ല, കണ്ടിന്യൂറ്റി കാണിച്ചിരുന്നു, പക്ഷേ വർക്ക് ചെയ്തു, ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലൈൻ മാച്ചിങ് ട്രാൻസ്ഫോമറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.